ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ 8ാം ക്ലാസ്സിലെ 14ാമത്തെ ചാപ്റ്റർ. നമ്മുടെ എക്സാമൊക്കെ അടുത്ത് വരാനായി, നമുക്കിനി ഒരു മാസം കൂടെ ഉള്ളൂ എക്സാമിന്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കുറേ ചിത്രമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് നമ്മളൊരു കഥ പോലെ രൂപത്തിൽ ഒരു സ്കൂളത്തെ ഒരു പരിസ്ഥിതി ക്ലബിൻ്റെ ഒരു കഥയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, അതായത് കുറേ ഗ്രൂപ്പ്, അതായത് സോഷ്യൽ ഗ്രൂപ്പ്, സമൂഹത്തിലുണ്ടാകുന്ന ഗ്രൂപ്പുകളെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം, നമുക്ക് എന്താ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം. ഈ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ് വെൻ 2 or more പീപ്പിൾ, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പല തരത്തിലായിരിക്കും നമുക്ക് എന്ത് സോഷ്യൽ ഗ്രൂപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പരിചയമില്ല, നമ്മൾ സ്കൂളൊക്കെ വിട്ട് പോയി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിക്കുമ്പോൾ അത് നമ്മളെ പരിചയമില്ലാത്ത, അതൊക്കെ ഒരു ഫോം, അതായത് നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പായിട്ട് നമുക്ക് പറയാം. അതായത് ഒന്നോ അതിലധികമോ രണ്ടോ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സോഷ്യൽ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ അഗ്രിഗേറ്റ് ആർ ദ പീപ്പിൾ ദോസ് സ്റ്റേ അറ്റ് ദ സെയിം പ്ലേസ് വിതൗട്ട് നോയിങ്, അതായത് കമ്മ്യൂണിക്കേറ്റ് അവർ ചെയ്യുന്നില്ല, അതായത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതായത് എന്തൊരു കാര്യം, ഇപ്പം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് ഉണ്ടാവും കൂടെ, പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സോഷ്യൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ബസ് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഫ്രണ്ട്സിനെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഇതിനെയൊക്കെ നമ്മൾ ഈ രണ്ട് ചിത്രം നമ്മൾ പറയുന്നതിൽ സോഷ്യൽ ഗ്രൂപ്പാണ്. ഇതെല്ലാം സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് കുറേ ആൾക്കാർ ബസ്സൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്, പല സ്ഥലത്തോട്ടും പോകുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ. പിന്നെ ഇത് ഫ്രണ്ട്സ്, ബോയ്സും ഗേൾസും അടങ്ങുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ സോഷ്യൽ ഗ്രൂപ്പിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് നോട്ട് ചെയ്ത് വെക്കണേ, സ്മോൾ ഗ്രൂപ്പാണ്. അതായത് ചെറിയൊരു ഗ്രൂപ്പാണെന്ന് പറയുന്നത്, ചെറിയൊരു സാമൂഹ്യ സംഘമാണെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ആയിരിക്കും. അതായത് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നതും കാര്യം. അതായത് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ വേറൊരാൾ, നമ്മളിപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ അയാളോട് നമ്മൾ പോയി ചോദിക്കുമോ, ഇന്നയാൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ ചോദിക്കില്ല, അറിയാത്ത ഒരാളെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, അതിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നതാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ ഗ്രൂപ്പാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിലുള്ളത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ്? പ്രൈമറി ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? മെമ്പേഴ്സ് പരസ്പരം അറിയുന്നവരായിരിക്കും. അതായത് ഫാമിലി ആയിട്ടാണ് നമുക്ക് എടുക്കാം. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് പരസ്പരം അറിയുന്നവരായിരിക്കും. പിന്നെയോ ഇൻറ്റിമസി എമംഗ് ദ മെമ്പർ, അതായത് അവർ പരസ്പരം ബന്ധമുള്ള ഇൻറ്റിമസി ആയിട്ട് ഒരു മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെയോ എന്തൊക്കെയായിരിക്കും? കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ മെമ്പേഴ്സ്, അതായത് അവർ തമ്മിൽ എപ്പോഴും എന്താ പറയുക, നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ഈസ് ദ മേജർ എയിം, മ്യൂച്വൽ കോപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഒക്കെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പിൽ, പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കാം. എന്താണ്? സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, നമ്മുടെ ബസ്സൊക്കെ കാത്തിക്കുന്നത്, അതായത് നമുക്ക് പരിചിതരല്ലാത്ത ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യം, നമുക്ക് എന്താ ആവശ്യമുള്ളത് വെച്ചിട്ട് ആ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോകണമെന്ന് വെച്ചിട്ട് അവിടേക്ക് പോകും. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അവിടെ പറയുന്നുണ്ട് സെക്കൻഡറി ഗ്രൂപ്പ് ഹാവ് എ മോർ മെമ്പേഴ്സ് ദാൻ ദ പ്രൈമറി ഗ്രൂപ്പ്. അതായത് പ്രൈമറി ഗ്രൂപ്പിനെ അപേക്ഷിച്ചിട്ടും സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആൾക്കാരുണ്ടാകും. അതായത് ഒന്നോ രണ്ടോ പേരല്ല, കുറേ ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും. ഇത് കണ്ടോ ഇവിടെ, ഇത് നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിളായിട്ട് പറയാം. സെക്കൻഡറി ഗ്രൂപ്പും ഇതെന്താണ്, പ്രൈമറി ഗ്രൂപ്പും. അത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെന്താ പറയുക, ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അവർ തമ്മിൽ ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ആ മെമ്പേഴ്സ് തമ്മിലുള്ളത്.
പിന്നെന്താ പറയുന്നത്, അവരവരുടെ ആവശ്യങ്ങൾ നീഡ്സ് അനുസരിച്ച്, അതായത് അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക്കിൽ വരുന്നത്. അപ്പം അവർ സെക്കൻഡറി ഗ്രൂപ്പ് ആർ ഫോംഡ് ടു സാറ്റിസ്ഫൈ ദ കോമൺ നീഡ്സ് ഓഫ് ദി മെമ്പേഴ്സ്. അതായത് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിയാൻ വേണ്ടി, ആവശ്യത്തിന് വേണ്ടിയാണ് അവർ വരുന്നത്. അല്ലാതെ എന്ത് ചെയ്യുന്നു, ഇപ്പം നമുക്കറിയാം ക്ലബ്ബ് അങ്ങനെയുള്ള, അതായത് നമുക്ക് വേണ്ട, അതായത് അയൽക്കൂട്ടം അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ എന്താണ് പേഴ്സണൽ, അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അവരൊക്കെ ക്ലബ്ബ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രവർത്തനത്തിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നത്, അതൊക്കെ എന്താണ് സെക്കൻഡറി ഗ്രൂപ്പായിട്ട് വരും. അപ്പം ഇനി ഈ പാഠത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്, രണ്ടാമത്തെ ഭാഗമാണ്, രണ്ടാമത്തെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ. നമ്മൾ പാഠത്തിൻ്റെ പേര് തന്നെ എന്താ, സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. അതിൽ സോഷ്യൽ കൺട്രോൾ എന്താ, സാമൂഹ്യ നിയന്ത്രണം. ആരൊക്കെയാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ നിയന്ത്രിക്കുന്ന ആൾക്കാർ? ഫാമിലി ഉണ്ട്, പിന്നെയോ പോലീസ്, പട്ടാളം, വക്കീല്, കോർട്ട് അങ്ങനെയുള്ള, അതായത് കോർട്ട്, പോലീസും കാര്യങ്ങളും, ജയിലും, അതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് സോഷ്യൽ കൺട്രോളിൽ വരുന്നത്. അവിടെ പറയുന്നുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് ദി മെമ്പേഴ്സ് ഓർഡർ, അതായത് നമ്മുടെ ഒരു കൺട്രോൾ, എൻവയോൺമെൻറ്റ് എല്ലാ സേഫ്റ്റിക്കും വേണ്ടി നമുക്കൊരു കൺട്രോൾ, സോഷ്യൽ കൺട്രോൾ വരുത്തുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇൻ എവരി സൊസൈറ്റി ദർ ആർ സർട്ടൻ കോമൺലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. അതായത് നമ്മുടെ ഒരു ബിഹേവിയർ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ സോഷ്യൽ കൺട്രോളിൻ്റെ മെയിനായിട്ടൊരു എയിം എന്ന് പറയുന്നത്. ഈ പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതിൽ കുറേ എയിംസ് പറയുന്നത് എന്താണ്, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ കൊളാബറേഷൻ എൻഷ്യൂർ ചെയ്യുക, പിന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എന്താ ചെയ്യുക റെഗുലേറ്റ് ചെയ്യുക, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുക, അതായത് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് സോഷ്യൽ കൺട്രോൾ. ഈ സോഷ്യൽ കൺട്രോളിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ രണ്ട് ടൈപ്പിൻ്റെ, ഏതൊക്കെയാ ഫോർമലും നമ്മുടെ ഇൻഫോർമലും ഫോർമലും. ഫോർമലാണെങ്കിലും ഇൻഫോർമലാണെങ്കിലും കുഴപ്പമില്ല, ഫോർമലും ഇൻഫോർമലും. അപ്പോൾ നമുക്ക് എന്താ നോക്കാം, ഇൻഫോർമൽ. എന്താ ഇൻഫോർമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗലി, അതായത് നമ്മൾ സോഷ്യൽ കൺട്രോൾ ലീഗലി, നോട്ട് ചെയ്ത് വെക്കണേ, നോട്ട് ലീഗലി റെക്കോർഡഡ് വേസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഒരിക്കലും ലീഗലായിട്ട്, അതായത് നിയമപരമായിട്ട് റെക്കോർഡ് ചെയ്യാത്ത ഒരു ഡോക്യുമെൻ്റ്, അതായത് ഇതിനെയാണ് സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ പറയാം, കസ്റ്റംസ്, ബിലീഫ്സ്, ട്രഡീഷൻസ് ഒക്കെ എന്താണ്, ജാതി, മതം, അതൊക്കെ എന്താണ് നമ്മുടെ ഒരു കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ കൺട്രോൾ, അതായത് ഇൻഫോർമൽ കൺട്രോളിൽ വരുന്നതാണ്. എക്സാമ്പിളായിട്ട് ഏതൊക്കെ പറയാം, ഫാമിലി, റിലീജിയൻ, പിയർ ഗ്രൂപ്പ് എക്സെട്ര, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന്. ഇനി അപ്പോൾ എന്തായിരിക്കും ഫോർമൽ എന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ, അതായത് നമുക്ക് പോലീസും കോർട്ടും മിലിറ്ററിയും അങ്ങനെയുള്ളത് അതായത് ഫോർമൽ പോലീസ് സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ്. അപ്പം ഇതിൽ വയലേഷൻസ്, അതായത് എന്തെങ്കിലും ഒരു കേസ് വന്നു, അപ്പോൾ അതിനുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആർക്കാണ് ഉത്തരവാദിത്തം, നമ്മുടെ ഈ ഫോർമൽ സോഷ്യൽ കൺട്രോളിലാണ് കൂടുതലായിട്ട് ഉത്തരവാദിത്തമുള്ളത്. അപ്പം ഈ ഫോർമലും ഇൻഫോർമലും നിങ്ങൾ മാറിപ്പോവരുത്. ആദ്യം ഫോർമൽ എന്ന് പറയുന്നത് നമ്മുടെ പോലീസും കോർട്ടും മിലിറ്ററി അങ്ങനത്തെ ഇതായിരിക്കും ആ ഒരു ഫോർമൽ തന്നെ. ഇൻഫോർമൽ എന്ന് പറയുന്നതിലാണ് എന്തെന്ന് വരുന്നത് നമ്മുടെ ഫാമിലി, അതുപോലെ തന്നെ ബിലീഫ്സ്, അതുപോലെ തന്നെ റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ ഇൻഫോർമലിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് രണ്ട് ആശയങ്ങളുള്ളൂ പഠിക്കാനുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. മുൻ ചാപ്റ്റർ പോലെ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നല്ല സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. എന്താണ് നമ്മളുടെ സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ഉണ്ട്, ഫോർമൽ, ഇൻഫോർമൽ. അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.